ചേച്ചി കൈ മുറിച്ചു. ചേച്ചി എന്താ പറ്റി? നന്ദേട്ടാ. അച്ഛനെടുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പിടിക്ക്. മോളേക്ക് അയ്യോ ചേച്ചി. അവന്തികയുടെ ബൈസ്റ്റാൻഡ് എന്താ സിസ്റ്ററെ? ഫാർമസിന്ന് വേഗം ഈ മരുന്ന് വാങ്ങണം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. ബ്ലഡ് വേണ്ടി വരും. അവരുടെ ഗ്രൂപ്പിലെ ബ്ലഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ അതിവിടുത്തെ ബ്ലഡ് ബാങ്കിൽ നിന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ പകരം നിങ്ങളുടെ ആരെങ്കിലും ബ്ലഡ് കൊടുത്താൽ മതി. എന്തായാലും ആദ്യം ഈ മരുന്ന് വാങ്ങിക്ക്. ശരി, നിങ്ങളിവിടെ നിൽക്കേ, ഞാൻ പോയി ഈ മരുന്ന് വാങ്ങിയിട്ട് വരാം. സന്ദീപ്, നന്ദേട്ടൻ എങ്ങോട്ടാ പോയത്? അറിയില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. ഏട്ടത്തി ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ നന്ദേട്ടൻ ഇവിടെ നിൽക്കാതെ പോയത് ഒട്ടും ശരിയായില്ല. പറഞ്ഞാ കേക്കണ്ടേ? ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, അതൊന്നും കേൾക്കാതെ നന്ദേട്ടൻ പോയത്. സംഭവിക്കാനുള്ളത് എന്തായാലും സംഭവിച്ചു. ഇനിയിപ്പോ ഇതിന് ഒളിച്ചോടിയിട്ട് ഒരു കാര്യമില്ല. എടുത്തി പേടിക്കണ്ട, അവന്തി കേട്ടത്തേക്ക് ഒന്നും സംഭവിക്കില്ല. ഞാൻ നന്ദേട്ടൊന്ന് വിളിച്ചു നോക്കട്ടെ. വിളിച്ചിട്ടാരും ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇത്രയും സമയമായില്ലേ? ആർക്കെങ്കിലും വിവരം ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? ഇവിടെ ഇത്രയും പേര് വിഷമിച്ചിരിക്കുകയാണെന്ന് അവർക്കറിയില്ലേ? ഫോൺ ചിലപ്പോ കാറിനകത്തെങ്ങാനും ആയിരിക്കും അച്ഛാ. അവരാരും ചെറിയ കുട്ടികളല്ലല്ലോ. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായവും പക്വതയുള്ളവരല്ലേ. ഒന്നുമില്ലെങ്കിലും അനഘയുടെ വിഷമത്തെക്കുറിച്ചെങ്കിലും അവരാലോചിക്കണ്ടേ? അച്ഛൻ വിഷമിക്കണ്ട, അവരിപ്പോ വിളിക്കും. അനക്കെ, നീ വിഷമിക്കണ്ട. അവന്തി കേട്ടത്തേക്ക് ഒന്നും വരില്ല. ഇനി ഇത് പോലീസ് കേസാവോ? സൂയിസൈഡ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് പോലീസിന് ഇൻഫോം ചെയ്യില്ലേ? ചെയ്യും. നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മരുമകൾ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്ന് ചിലപ്പോൾ വാർത്തകൾ വന്നു വരാം. എല്ലാ നാണക്കേടും സഹിക്കാൻ മാത്രമേ ഇപ്പം നമുക്ക് പറ്റൂ. എന്നാലും ചേച്ചി എന്തിനായിരിക്കും ഇത് ചെയ്തത്? അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്തൂടെ? നിന്റെ ചേച്ചിയുടെ സ്വഭാവം നിനക്ക് തന്നെ അറിയാലോ. എന്തായാലും നീ അപ്പ കണ്ടത് നന്നായി. മോളെ, ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെ പോയാലോ? അത് വേണ്ടച്ചാ. എന്തായാലും അവരൊന്ന് വിളിക്കട്ടെ. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് പോയാൽ മതി. ഡോക്ടർ, ഇപ്പൊ എങ്ങനെയുണ്ട്? തൽക്കാലം കുഴപ്പമൊന്നുമില്ല, ബോധം തെളിഞ്ഞിട്ടുണ്ട്.
വലിയ ആഴത്തിലുള്ള മുറിവല്ലാത്തതുകൊണ്ട് സർജറി വേണ്ടി വന്നില്ല. അവരുടെ ഹസ്ബൻഡ് ആ, ഇവിടെ ഉണ്ടായിരുന്നു ഡോക്ടർ. ജസ്റ്റ് ഒന്ന് പുറത്തു പോയതാ. ഇത് വളരെ സീരിയസ് ഒഫൻസ് ആണ്. എന്തായാലും പോലീസിനെ അറിയിച്ചേ പറ്റൂ. പ്ലീസ് ഡോക്ടർ, തൽക്കാലം ഇത് പോലീസിനെ അറിയിക്കരുത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നാളെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാ അതിന് ഞങ്ങൾ സമാധാനം പറയേണ്ടി വരും. അവരുടെ ഹസ്ബൻഡിനോട് എന്നെ വന്നൊന്ന് കാണാൻ പറയണം. എനിക്ക് അയാളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശരി ഡോക്ടർ. ഞാനൊരു കാര്യം പറയാം. അവരെങ്ങാനും പരാതി ഉണ്ടെന്ന് പറഞ്ഞ അവരുടെ ഹസ്ബൻഡ് നിങ്ങളും അടക്കം എല്ലാവരും ജയിലിലാവും. എനിക്കൊന്ന് അകത്ത് കയറി കാണാൻ പറ്റുമോ ഡോക്ടർ? കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പൊ അവരോടൊന്നും ചോദിക്കാനോ പറയാനോ നിൽക്കരുത്. ആരാ സേതുമാധവൻ? ഞങ്ങളുടെ അച്ഛനാണ്. അദ്ദേഹം വന്നിട്ടില്ല. പേഷ്യന്റ് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. വേറെ ആരെയും കാണണ്ടെന്നും പറഞ്ഞു. ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്കിത് പോലീസിനെ അറിയിച്ചേ പറ്റൂ. സേതുമാധവൻ വന്നിട്ടില്ല. അദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പുറത്ത് വേറെ ആരൊക്കെയുണ്ട്? എൻ്റെ ഹസ്ബൻഡ് ഉണ്ടോ? ഇല്ല, അദ്ദേഹം പോയെന്ന് തോന്നുന്നു. അവിടെ കണ്ടില്ല. മറ്റു ബന്ധുക്കളൊക്കെ പുറത്തുണ്ട്. അവരെ ആരെങ്കിലും വിളിക്കണോ? വേണ്ട, എനിക്ക് സേതുമാധവനെ മാത്രം കണ്ട് സംസാരിച്ചാൽ മതി. അവർക്ക് നിങ്ങളെ കാണണമെന്നുണ്ട്. എനിക്ക് തൽക്കാലം ആരെയും കാണണ്ട. ആദ്യം സേതുമാധവൻ വരട്ടെ. ആ, അർച്ചനയെ വിളിക്കുന്നു. മോളെ, അവന്തിക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ബോധം തെളിഞ്ഞു. ഡോക്ടർമാരെന്തു പറഞ്ഞു? ചിലപ്പോ ഒരു സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ വേണ്ടി വന്നില്ല. നീ അവളെ കയറി കണ്ടോ? ഇല്ല, ഞങ്ങളാരും കയറി കണ്ടില്ല. അതെന്താ? നന്ദനും കയറി കണ്ടില്ലേ? ഇല്ല, ഞങ്ങളെ ആരെയും അവന്തികേട്ടത്തിക്ക് കാണണ്ടെന്ന് പറഞ്ഞു. ഏട്ടത്തിക്ക് അച്ഛനെ മാത്രം കണ്ടാൽ മതി എന്നാ പറയുന്നത്. അച്ഛൻ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് വരണം. നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടല്ലോ, പിന്നെന്തിനാ എന്നെ കാണുന്നത്? അതറിയില്ല. ഞങ്ങളെ ആരെയും കാണാൻ ഏട്ടത്തി സമ്മതിക്കുന്നില്ല. അച്ഛനെ മാത്രം കണ്ടാൽ മതി എന്നാ പറയുന്നത്. അച്ഛനൊന്ന് പെട്ടെന്ന് വാ. ശരി മോളെ, ഞാൻ ഇപ്പൊ തന്നെ വരാം. എന്താ ചേച്ചി പറഞ്ഞേ? അവന്തിക്ക് ബോധം തെളിഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതല്ല ഇപ്പൊ പ്രശ്നം. അവള് മറ്റാരെയും കാണാൻ കൂട്ടാക്കുന്നില്ല. എന്നെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കുക. അതെന്തിനാ അവന്തികേടത്തി വാശി പിടിക്കുന്നേ? അതെന്തിനാണെന്ന് അവര് പറഞ്ഞെങ്കിലല്ലേ അറിയാൻ കഴിയും. ഞാനും കൂടെ അങ്ങളുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരട്ടെ? ഇപ്പൊ വേണ്ട. കുഴപ്പമൊന്നുമില്ലെന്നല്ലേ അർച്ചന പറഞ്ഞത്. എന്തായാലും ഞാൻ അവിടെ ചെന്ന് അവളെ കാണട്ടെ. നന്ദേട്ടനെ പോലും കാണാതെ അച്ഛനെ മാത്രം കാണുമെന്ന് പറയുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. ആർക്കറിയാം. എന്തായാലും ഞാൻ പോയിട്ട് വരാം. മറ്റുള്ളവരാരും അറിയാൻ പാടില്ലാത്ത എന്തോ ഒന്ന് അവന്തികേട്ടത്തിക്ക് അച്ഛനോട് പറയാനുണ്ട്. ഞാൻ പോയി റെഡിയായിട്ട് വരാം. ഈ വെയിൻ കട്ടയിലും ഇപ്പൊ
അപ്പൊ മറ്റാരും കാണാൻ സമ്മതിക്കാതെ അച്ഛനെ മാത്രം കാണുമെന്ന് പറയുന്നതും വെച്ച് നോക്കുമ്പോ അവന്റെ അടുത്ത് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും അത് ഈ വീടിന് അത്ര നല്ലതായിരിക്കില്ല. എന്നാലും ഏട്ടത്തി എന്തിനായിരിക്കും നമ്മളാരെയും കാണേണ്ട അച്ഛനെ മാത്രം കണ്ടാൽ മതി എന്ന് വാശി പിടിക്കുന്നത്? നന്ദേട്ടനെ കുറിച്ച് എന്തെങ്കിലും പറയാനായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏട്ടത്തി അതാ ഡോക്ടറോടും പറഞ്ഞാണ്. അതാവും അവര് പോലീസിൽ അറിയിച്ചേ പറ്റുമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത്. പോലീസ് അങ്ങനെ ഇതറിഞ്ഞ ആകെ നാണക്കേടാവും. ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ അറിയും. നമുക്ക് ആ ഡോക്ടറെ ഒന്ന് കണ്ട് ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്താലോ? അതൊന്നും വേണ്ട, അച്ഛൻ വരട്ടെ. അവന്തിക ഇതിനകത്താണോ? ആ അതെ. ആ, ഞാനൊന്ന് കണ്ടിട്ട് വരാം. മോളെ, അച്ഛാ, എന്റെ ലൈഫ് പോയി. ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. മോളെന്താ ഇങ്ങനെ പറയുന്നത്? എന്തിനാ നീ ഇങ്ങനെ ചെയ്തത്? എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിനക്ക് അച്ഛനോട് പറയാമായിരുന്നില്ലേ? അച്ഛനോട് എന്തേലും പറഞ്ഞ നന്ദേട്ടൻ എന്നെ കൊന്നുകളെ. പലതവണ ഞാൻ അച്ഛനോടെല്ലാം തുറന്നു പറയാൻ ശ്രമിച്ചതാ. പക്ഷെ അപ്പോഴൊക്കെ നന്ദേട്ടൻ എന്നെ ഭീഷണിപ്പെടുത്തി. പേടിച്ചിട്ടാ അച്ഛൻ ഞാനൊന്നും പറയാത്തെ. ആ, എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ. എനിക്ക് മരിച്ചാ മതിയായിരുന്നു. ആ, അങ്ങനെയൊന്നും പറയാതെ. ഇപ്പോ എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? എന്തിനാ നീ ഇത് ചെയ്തത്? അച്ഛനറിയോ, നന്ദേട്ടൻ എന്നോട് ഒരടുപ്പോ സ്നേഹം കാണിക്കുന്നില്ല. ഞാനൊരു പെണ്ണല്ലേ? ഒരു കുഞ്ഞു വേണമെന്ന ആഗ്രഹം എനിക്കുമില്ലേ? ഡോക്ടറെ കാണാനൊന്നും വന്നിട്ട് സമ്മതിക്കുന്നില്ല അച്ഛ. ഇപ്പോ ഒരു ശത്രുവിനെ പോലെ നന്ദേട്ടൻ എന്നോട് പെരുമാറുന്നേ. അവനോട് ഞാൻ സംസാരിക്കാം. കൊടുക്കണം. അതാണ് നിനക്കും എനിക്ക് നല്ലത്. ശത്രുക്കളെ പോലെ ഒരുമിച്ച് മുന്നോട്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലത് എല്ലാം പൊട്ടിച്ചെറിഞ്ഞ് പരസ്പരം അകന്നു പോകുന്നത് തന്നെയാണ്. ഇനി എന്നെ നന്ദേട്ടൻ ഡിവോഴ്സിന് നിർബന്ധിച്ച ഞാൻ ഉറപ്പായിട്ട് ആത്മഹത്യ ചെയ്യും. എന്റെ മരണത്തിന് നന്ദേട്ടൻ മാത്രം ഉത്തരവാദിയെന്ന് ഞാൻ മരണക്കുറിപ്പിൽ എഴുതി വെക്കുകയും ചെയ്യും. അല്ലാതെ ഞാൻ വേറെ എന്ത് ചെയ്യച്ചാ? മോൾ അബദ്ധമൊന്നും കാണിക്കരുത്. എല്ലാ പ്രശ്നവും നമുക്ക് പരിഹരിക്കാം. എങ്ങനെ പരിഹരിക്കുന്ന അച്ഛൻ പറയുന്നത്? ഡിവോഴ്സ് പെറ്റീഷനിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്ത നന്ദേട്ടന് അത് കോടതി കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നെ വേണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും?
ഇപ്പൊ തന്നെ എന്നെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടിട്ട് നന്ദേട്ടൻ പോയില്ലേ? ഏതെങ്കിലും ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയോട് ഇങ്ങനെ ചെയ്യോ? അച്ഛാ, ഈ വീടൊന്ന് വിട്ടിട്ട് എനിക്ക് എങ്ങോട്ടും പോവാൻ വയ്യ. അതിനേക്കാൾ നല്ലത് ഞാൻ മരിക്കുന്നതാ. അങ്ങനെയൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. അച്ഛൻ തന്നെ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. മറ്റെല്ലാരും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് സന്തോഷിച്ച് ജീവിക്കുമ്പോ ഒന്നിനും കൊള്ളാത്തവളായി അപമാനവും സഹിച്ച് അവരുടെയൊക്കെ മുന്നിൽ എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? എനിക്ക് എന്റെ സങ്കടം പറയാൻ അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛൻ എന്നെ രക്ഷിക്കണം. കാര്യങ്ങളൊക്കെ ഇത്ര വഷളായിരിക്കുകയാണെന്ന് ഞാൻ ഇപ്പോഴാ അറിഞ്ഞേ. മോള് വിഷമിക്കണ്ട. ഒരു കാര്യം അച്ഛൻ നിനക്ക് ഉറപ്പ് തരാം. നിനക്കൊരിക്കലും നെല്ലിശ്ശേരിയിൽ നിന്ന് പോകേണ്ടി വരില്ല. നന്ദന്റെ ഭാര്യയായി നീ നെല്ലിശ്ശേരിയിൽ തന്നെ ജീവിക്കും. അതിനു വേണ്ടതൊക്കെ അച്ഛൻ ചെയ്തോളാം. അച്ഛനെ കൊണ്ട് ഇനി എന്ത് ചെയ്യാൻ കഴിയും? ഡിവോഴ്സ് ചെയ്യാൻ നന്ദേട്ടൻ തീരുമാനിച്ച അതെങ്ങനെയാ മാറ്റാൻ പറ്റുന്നേ? പറ്റും. അച്ഛൻ അവന്റെ തീരുമാനം മാറ്റാൻ പറ്റും. അതിന് എന്റെ കയ്യിൽ ചില വഴികളുണ്ട്. അച്ഛൻ പറഞ്ഞത് മോള് വിശ്വസിക്കും. അവൻ നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഈ പറഞ്ഞതൊക്കെ അച്ഛൻ ചെയ്തിരിക്കും. തൽക്കാലം ഈ കാര്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞത് മോൾക്ക് മനസ്സിലായല്ലോ? മനസ്സിലായി. അച്ഛൻ മാത്രമേ എനിക്കൊരാശ്രയമുള്ളൂ. നന്ദേട്ടൻ എന്നെ നെല്ലിശ്ശേരി ഇറക്കി വിട്ട ഞാൻ എന്റെ അനക്യം കൊണ്ട് ആത്മഹത്യ ചെയ്യും. അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. പറഞ്ഞ വാക്ക് അച്ഛൻ പാലിച്ചിരിക്കും. മോള് വിശ്രമിക്ക്. അച്ഛൻ പോയിട്ട് വരാം. ശരി അച്ഛൻ. അച്ഛാ, ഏട്ടത്തി എന്താ പറഞ്ഞ്? ഒന്നും പറഞ്ഞില്ല. അച്ഛാ, അച്ഛനെ ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ പോയിക്കോളാം. അച്ഛാ, സിസ്റ്ററെ, എനിക്കൊരു ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് വേണം. പുറത്ത് അർച്ചന എന്ന് പറഞ്ഞൊരുത്തി നിപ്പുണ്ടാവും. അവളോട് പറഞ്ഞാൽ മതി. അവള് പോയി വാങ്ങിച്ചോണ്ട് വരും. ശരി, പറയാം. അച്ഛൻ പോയി സംസാരിക്കട്ടെ. ഇനി അയാൾ എന്നെ ഡിവോഴ്സ് ചെയ്യുന്നത് എനിക്കൊന്ന് കാണണം. നിങ്ങളാണോ അർച്ചന? അതെ. പേഷ്യന്റിന് ഒരു ഓറഞ്ച് ജ്യൂസ് വേണം. നിങ്ങളോട് വാങ്ങിച്ചോണ്ട് വരാനാ പറഞ്ഞത്. പുറത്തൊരു ഷോപ്പുണ്ട്, അവിടെ കിട്ടും. ഏട്ടത്തിക്കിപ്പോ എങ്ങനെയുണ്ട്? റൂമിലേക്ക് മാറ്റിയോ? മാറ്റി. ചിലപ്പോ നാളെ രാവിലെ പോരാൻ പറ്റും. അടുത്ത ആരോ ഉള്ളത്? നന്ദേട്ടനാണോ? നന്ദേട്ടനെ മഷിയിട്ട് നോക്കിയിട്ട് പോലും അവിടെ ഒന്നും കണ്ടില്ല. വൈകുന്നേരത്താ ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോയതാ. ഇപ്പോ അടുത്തൊരു നേഴ്സുണ്ട്. അല്ല, തനിക്കെന്ത് തോന്നുന്നു? അവന്തി അടുത്ത് ശരിക്കും ആത്മഹത്യക്ക് ശ്രമിച്ചത് തന്നെയാണോ? അതോ? ഇതൊന്നും അല്ല സച്ചേട്ടാ. അവര് മനസ്സിലെന്തോ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ ആരെയും കാണാതെ അച്ഛനെ മാത്രം കാണണമെന്ന് അവർ പറഞ്ഞത്. ഏട്ടത്തെ കണ്ടിട്ട് പുറത്തിറങ്ങിയത് മുതലേ അച്ഛനും ആകെ ഗൗരവത്തില.
എന്തൊക്കെ ചോദിച്ചിട്ടും ഒന്നും പറയുന്നുമില്ല. അച്ഛൻ്റെ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്. വൈകുന്നേരം ആഹാരം പോലും കഴിച്ചിട്ടില്ല. ഞാൻ വിളിക്കാൻ ചെല്ലുമ്പോൾ ആള് മുറിയിൽ ഗൗരവത്തിലിരിക്കുകയായിരുന്നു. എന്നിട്ട് താൻ കാര്യം താൻ ചോദിച്ചില്ലേ? പിന്നെ ചോദിക്കാതിരിക്കോ? അച്ഛൻ്റെ മുഖത്തൊരു മാറ്റം വന്നാ എനിക്കറിയില്ല ഉള്ളിലെ വിഷമം. പക്ഷേ ഞാൻ ചോദിച്ചിട്ടും അച്ഛനൊന്നും പറഞ്ഞില്ല. അവന്തികടുത്ത് എന്തായിരിക്കും അച്ഛനോട് പറഞ്ഞിട്ടുള്ളത്? ആർക്കറിയാം. എന്തായാലും ഈ കുടുംബത്തിനകത്തൊരു വലിയ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്ന എന്തോ എന്ന് അവരച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛനത് വിശ്വസിച്ചിട്ടുമുണ്ട്. അത് മറ്റൊന്നും ആയിരിക്കില്ല. നന്ദേട്ടനോ അവന്തികേട്ടത്തിക്കും ഇടയിൽ എന്തെങ്കിലും സ്വകാര്യം തന്നെ ആയിരിക്കും. അതുകൊണ്ട് അച്ഛനത് ഇത്രയ്ക്ക് ഫീലായത്. അവരെന്തിനാ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതെന്ന് നന്ദേട്ടൻ അറിയില്ലേ? തന്നോട് നന്ദേട്ടൻ വല്ലതും സംസാരിച്ചോ? ഒന്നും സംസാരിച്ചില്ല. ഞാനെന്തെങ്കിലും ചോദിക്കുമെന്ന് വിചാരിച്ചായിരിക്കും എൻ്റെ അടുത്തുനിന്ന് മാറിക്കളഞ്ഞു.